നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2026 മെയ് മാസം മിഥുനക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറുകാരുടെ ജീവിതത്തിൽ ഈ മാസം വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഭാഗ്യവും കഠിനാധ്വാനവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ തിരിച്ചറിയുന്ന ഒരു മാസമായിരിക്കും ഇത്. നിങ്ങളുടെ കരിയർ എങ്ങനെ പോകും, ആരോഗ്യം, അതുപോലെ സാമ്പത്തികം എന്നിവയെ ഈ മെയ് മാസത്തെ ഗ്രഹനില എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ മാസം നിങ്ങളുടെ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ രാശിനാഥനായ ബുധൻ മെയ് 15-ന് 12-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നുമുണ്ട്. സൂര്യൻ, ചൊവ്വ, ശനി എന്നിവരുടെയൊക്കെ സ്ഥാനങ്ങൾ നിങ്ങളുടെ ജോലിയിലും കുടുംബജീവിതത്തിലും ഒക്കെ ചില പ്രത്യേക ഫലങ്ങളും നൽകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തൊഴിൽ മേഖല എങ്ങനെ പോകുമെന്ന് നോക്കാം. നിങ്ങളുടെ തൊഴിൽ ഭാവമായ 10-ാം ഭാവത്തിൽ ശനിയും ചൊവ്വയും ഒന്നിച്ചു നൽകുന്നു. ഇത് ജ്യോതിഷത്തിൽ വളരെ ശക്തമായ ഒരു സ്ഥാനമാണ്. ഈ ശനിയും ചൊവ്വയും ഒന്നിച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കഠിനാധ്വാനമൊക്കെ ചെയ്യാനുള്ള അസാമാന്യമായ ഒരു ഊർജം ലഭിക്കുന്നതാണ്. എത്ര വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 10-ാം ഭാവത്തിലെ ശനി ചൊവ്വയുടെ സംയോഗം നിങ്ങളെ അല്പം മുൻകോപിയാക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോ ഒക്കെയായി തർക്കങ്ങളിലും ഏർപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. അതിനാൽ സംസാരത്തിലൊക്കെ വളരെയധികം നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ദേഷ്യപ്പെട്ടൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ കരിയറിനെയൊക്കെ ദോഷമായിട്ട് ബാധിച്ചേക്കാം. നിങ്ങളുടെ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. 10-ാം ഭാവത്തിൻ്റെ നാഥനായ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായ അംഗീകാരങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതുപോലെ 6-ാം ഭാവത്തിൻ്റെ നാഥനായ ചൊവ്വ 10-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന രഹസ്യ ശത്രുക്കളും ഉണ്ടായേക്കാം. എന്നാൽ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇവയെല്ലാം മറികടക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് രംഗത്തുള്ളവർക്ക് മെയ് 15 വരെ സമയം വളരെയധികം മികച്ചതാണ്. പുതിയ കരാറുകളൊക്കെ ഒപ്പിടാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും സാധിക്കുന്നതാണ്. 15-ാം തീയതിക്കൊക്കെ ശേഷം രാശിനാഥനായ ബുധൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ബിസിനസ് സംബന്ധമായ യാത്രകളൊക്കെ വർദ്ധിക്കുകയും ചില അനാവശ്യ ചിലവുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. ഇനി മിഥുനക്കൂറുകാരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൻ്റെ നാഥൻ ചൊവ്വ 10-ാം ഭാവത്തിൽ ശനിയോടൊപ്പം നിൽക്കുന്നത് കരിയറിലൂടെ മികച്ച ഒരു വരുമാനം നേടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ള സാമ്പത്തിക ബലം ഉറപ്പായും ലഭിക്കുന്നതാണ്. കുടിശ്ശികയായിട്ടൊക്കെ കിടന്ന പണമോ അല്ലെങ്കിൽ മുൻപൊക്കെ ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളോ ഒക്കെ ഈ മാസം കൈവരാൻ സാധ്യതയൊക്കെ ഉണ്ട്. നിങ്ങളുടെ രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുന്നത് സാമ്പത്തിക തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ഒരു ശരിയായ ദിശാബോധവും നൽകുന്നതാണ്. വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും വിദഗ്ധരുടെയൊക്കെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഭദ്രമായിരിക്കുമെങ്കിലും മെയ് 15-ന് ശേഷം രാശിനാഥനായ ബുധൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നത് അല്പം ചിലവുകളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ആഡംബരങ്ങൾക്കൊക്കെയായിട്ട് പണം ചെലവഴിക്കുന്നത് ഈ സമയത്ത് നിയന്ത്രിക്കേണ്ടതാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ പണം മുടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ 2 ആഴ്ചകളാണ് കൂടുതൽ അനുയോജ്യമായുള്ളത്. അതുപോലെ വിദേശത്തൊക്കെ നിന്ന് വരുമാനമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളൊക്കെ ലഭിക്കുന്നതാണ്. ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാൽ ലോട്ടറി, അതുപോലെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും കാണിക്കുകയും അരുത്. ഇനി ദാമ്പത്യ ജീവിതം എങ്ങനെ പോകും എന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ വേണ്ടതാണ്. പങ്കാളി ചില കാര്യങ്ങളിലൊക്കെ അമിതമായ വാശി കാണിക്കാനും സാധ്യതയുണ്ട്. തർക്കങ്ങളിലേക്കൊക്കെ പോകാതെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് കുടുംബസമാധാനമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതുമാണ്. പ്രണയിക്കുന്നവർക്കാണെങ്കിൽ ഈ മാസം വളരെയധികം മനോഹരമായിരിക്കും. മുൻപുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറി ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാകുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ അനുകൂലമായ മാസമാണ്. പ്രത്യേകിച്ച് വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് ദൂരസ്ഥലങ്ങളിലോ ഒക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ലൊരു വഴിയൊക്കെ തെളിയുന്നതാണ്. പഠനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനോ
പുതിയ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ മുന്നോട്ട് തന്നെ പോവുക. നിങ്ങളുടെ പരിശ്രമത്തിന് കൃത്യമായ ഫലമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. ഇനി ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മിഥുനക്കൂറുകാർ ഈ മാസം അല്പം ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതാണ്. മെയ് 15 വരെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും അതിനുശേഷം രാശിനാഥനായ ബുധൻ 12-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ പ്രതിരോധശേഷിയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. തൊലിപ്പുറത്തുള്ള അലർജികൾ, അതുപോലെ ഉറക്കക്കുറവ്, അനാവശ്യമായ ചിന്തകൾ മൂലമുള്ള മാനസിക സമ്മർദ്ദമൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. മെയ് 15 മുതൽ 25 വരെയുള്ള കാലയളവിൽ വിശ്രമത്തിനും കൃത്യമായ ഭക്ഷണക്രമത്തിനുമൊക്കെ പ്രാധാന്യം നൽകേണ്ടതുമാണ്. ഇനി മിഥുനക്കൂറുകാരെ എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ രാശിനാഥനായ ബുധൻ മെയ് 15 ശേഷം 12-ാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് അനിവാര്യമാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ 10-ാം ഭാവത്തിൽ ശനി ചൊവ്വ സംയോഗം, അതുമൂലമുണ്ടാകുന്ന ദേഷ്യമൊക്കെ നിയന്ത്രിക്കാനും ജോലിയിലെ തടസ്സങ്ങളൊക്കെ മാറാനും ദിവസവും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നതാണ്. രാഹു 9-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി പക്ഷികൾക്കോ മത്സ്യങ്ങൾക്കോ ഒക്കെ തീറ്റ നൽകുന്നതും നല്ലതാണ്. അതുപോലെ ദിവസവും രാവിലെ ഓം നമഃ ശിവായ എന്ന മന്ത്രം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ആരോഗ്യവും നൽകുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഥുനക്കൂറുകാർക്ക് ഈ 2026 മെയ് മാസം കഠിനാധ്വാനത്തിലൂടെ വലിയ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജോലിസ്ഥലത്ത് അല്പം ക്ഷമയൊക്കെ പാലിക്കുകയും നേരത്തെ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിക്കുകയൊക്കെ ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദശാപകാരങ്ങളൊക്കെ അനുസരിച്ച് ഈ പൊതുഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മിഥുനൻ രാശിക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്തും നൽകുക. മറ്റൊരു രാശിഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.